പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപിടുത്തെങ്കിലായിരിക്കാം. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 4-ാം ദിവസം സന്ധ്യാസമയത്ത് നാം കർത്താവിന്റെ പാദപിടുത്തിലായിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഈ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ് നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ ഉണർത്തുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗാനശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കും. Praise the Lord. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാനെന്നെയും വീണ്ടെടുത്തു. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാനെന്നെയും വീണ്ടെടുത്തു. ആഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. ആഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാലെന്നെയും. കര കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ. കര കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമാവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമാവൻ കൃപ മനഃശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. നമുക്കു മുൻ ചൊന്നതം വിശുദ്ധന്മാരാ, അലങ്കൃതമായ തിരുവചനം. നമുക്കു മുൻ ചൊന്നതം വിശുദ്ധന്മാരാ, അലങ്കൃതമായ തിരുവചനം. അനുദിനം തരുമാവൻ പുതുശക്തിയാ, അനുഭവിക്കും അതിസന്തോഷത്താ. അനുദിനം തരുമാവൻ പുതുശക്തിയാ, അനുഭവിക്കും അതിസന്തോഷത്താ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ
തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം. അവനാത്രേ എന്നാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. അവനാത്രേ എന്നാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. നമുക്കു മുൻ ചൊന്നതാം വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം. നമുക്കു മുൻ ചൊന്നതാം വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം. അനുദിനം തരുമവൻ പുതുശക്തിയാ, അനുഭവിക്കും അതിസന്തോഷത്താ. അനുദിനം തരുമവൻ പുതുശക്തിയാ, അനുഭവിക്കും അതിസന്തോഷത്താ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം. അവനാത്രേ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. അവനാത്രേ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. കര കാണാതാഴിയിൽ വനയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. കര കാണാതാഴിയിൽ വനയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. വരികാവൻ ചാരത്തുടന്തീതരേ, തരുമവൻ കൃപമനശാന്തിയതും. വരികാവൻ ചാരത്തുടന്തീതരേ, തരുമവൻ കൃപമനശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം. അവനാത്രേ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. അവനാത്രേ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനം. കഴിഞ്ഞ 3 ദിവസവും കർത്താവിന്റെ വചനം ഒരിക്കൽ കൂടി കേൾക്കുവാനും നമ്മുടെ പരമാർത്ഥ ഹൃദയം ഉണർത്തപ്പെടുവാനും ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദാസനിൽ കൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, നാം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശയും ആയിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ മടങ്ങി വരവാണല്ലോ. നാം എല്ലാവരും അതിനായി കാത്തിരിക്കുക. ആരംഭ ദിവസത്തിൽ ദേവദാസനുക്ക് നാം കേട്ടു കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളും. 2-ാം ദിവസം രാത്രിയിൽ നാം കേട്ടു അതിൻ്റെ പ്രാധാന്യത എന്തൊക്കെയാണ് എന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുവാൻ ദേവദാസനെ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ രാത്രി 3-ാം ദിവസം രാത്രി നാം കേട്ടത് കർത്താവ് വരും എന്നുള്ളതിൻ്റെ ഉറപ്പ് എന്താണ്? ഏറ്റവും വലിയ ഉറപ്പ് കർത്താവിന്റെ വചനം അങ്ങനെ പറയുന്നു. ദൈവവചനം നാം അതുപോലെ വിശ്വസിക്കണം. അതിനോട് ചേർന്ന് ദേവദാസൻ പറഞ്ഞു, പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യം, യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം, ദൂതന്മാരുടെ സാക്ഷ്യം വേണ്ട, നമ്മുടെ കർത്താവ് തന്നെ സാക്ഷ്യം പറഞ്ഞു, അപ്പോസ്തലന്മാർ അത് തന്നെ പറഞ്ഞു. അങ്ങനെ
കർത്താവ് മടങ്ങി വരും എന്നുള്ള വലിയ പ്രത്യാശയും ഉറപ്പും ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ കളയാതെ ദേവദാസിനെ ഞാൻ വേർതിരിക്കുന്നു. ശുശ്രൂഷയ്ക്കായിട്ട് ദേവദാസിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ദേവദാസനെ. കണ്ടാലും Recording in progress. ലോകാവസാനത്തോളം നമ്മോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ദൈവസഭാ ശുശ്രൂഷകനായിരിക്കുന്ന നമ്മുടെ യോഗത്തിന്റെ ഇന്നത്തെ അധ്യക്ഷനും ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഗർസീം പാസ്റ്റർ കുടുംബം, അദ്ദേഹത്തോടൊപ്പം ബഥേലിൽ ശുശ്രൂഷിക്കുന്ന മറ്റ് കർത്താവിന്റെ ദാസന്മാർ, ഇതര സ്ഥലങ്ങളിൽ നിന്നും കൂടപ്പെട്ടിട്ടുള്ള കർത്തൃദാസന്മാരും, ബ്ലഡ് ബോട്ട് ആൻഡ് ബ്ലഡ് വാഷ്ഡ്, യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരും കഴുകൽ പ്രാപിച്ചവരുമായ എല്ലാ വിശുദ്ധന്മാരും, ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് 4ാമത്തെ നമ്മുടെ ബൈബിൾ ക്ലാസിൻ്റെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ പഠനത്തെ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മുമ്പാകെ ക്രോഡീകരിച്ച് പറഞ്ഞതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. അതിനുള്ള ഉറപ്പുകളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിൽ 6 കാര്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചത്. ഏറ്റവും ഒടുവിൽ വിശദീകരിക്കാതെ നമ്മൾ പറഞ്ഞു പോയത് ദ പ്രൂഫ് ഓഫ് ദ ഡിക്ലറേഷൻസ് ഓഫ് അപ്പോസൽസ് ഓർ ദ അപ്പോസ്തോലിക് ഡിക്ലറേഷൻസ്, അപ്പോസ്തലന്മാരുടെ സാക്ഷ്യങ്ങൾ, അവരുടെ പ്രഖ്യാപനങ്ങൾ. ശനിയാഴ്ച നാം അത് പറഞ്ഞില്ലെങ്കിലും അതിനു മുൻപിലത്തെ ദിവസം പറഞ്ഞു. പുതിയ നിയമത്തിൽ 8 എഴുത്തുകാരെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഒരാളും കൂടെ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു എബ്രായ ലേഖന കർത്താവ്. അങ്ങനെ നമുക്ക് പേരെടുത്തു പറയാൻ കഴിയുന്ന 8 പേരും എബ്രായ ലേഖന കർത്താവും ഒരുപോലെ കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ അതിൻ്റെ തലേ ദിവസം കാണുകയുണ്ടായി. മത്തായി 24-25 അധ്യായങ്ങൾ, മർക്കോസ് 13, ലൂക്കോസ് 21, യോഹന്നാൻ അപ്പോസ്തലൻ 14-ാമത്തെ അധ്യായം. വേറെ ഉണ്ട്, ഓരോന്നേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതെല്ലാം നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അല്പം വേഗത്തിൽ ഈ ഭാഗം പറഞ്ഞു വിടുന്നത്. യോഹന്നാൻ 14, പൗലോസ് അപ്പോസ്തലൻ 1 തെസ്സലോനിക്ക ലേഖനം 4-5 അധ്യായങ്ങൾ, പത്രോസ് അപ്പോസ്തലൻ 2-ാം ലേഖനം മുഴുവൻ, പ്രത്യേകിച്ച് 3-ാമത്തെ അധ്യായം, യൂദ അപ്പോസ്തലൻ 14-15 വാക്യങ്ങൾ, യാക്കോബ് അപ്പോസ്തലൻ 5-ാം അധ്യായത്തിൻ്റെ 8 മുതൽക്കുള്ള വാക്യങ്ങൾ. ഇങ്ങനെ 8 പുതിയ നിയമ എഴുത്തുകാർ നമുക്ക് കൈമാറി തന്ന കാര്യമാണ് യേശുക്രിസ്തു മടങ്ങി വരും. എബ്രായ ലേഖന കർത്താവ് 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഉൾപ്പെടെ 10-ാമത്തെ അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിൽ ഒക്കെ നമ്മോട് ഈ കാര്യം ഉറച്ചു പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ
ഈ പുതിയ നിയമ എഴുത്തുകാരുടെ എല്ലാവരുടെയും സാക്ഷ്യം, അവരുടെ എല്ലാം പ്രഖ്യാപനങ്ങൾ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനുള്ള ഉറപ്പുകളായിട്ട് സ്വീകരിക്കാം. കാരണം ഈ അപ്പോസ്തലന്മാർ, പുതിയ നിയമ എഴുത്തുകാരെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനം തുടങ്ങി സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞതൊക്കെ സത്യമായ പ്രഖ്യാപനങ്ങളായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും ഈ അപ്പോസ്തലന്മാർ നമ്മോട് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചത് നമുക്ക് മുഖവിലേക്കെടുക്കാം, വിശ്വസിക്കാം, അത് നമുക്ക് ഉറപ്പായിട്ട് സ്വീകരിക്കാം. ഇനിയും അടുത്തതിലേക്ക് പോവുകയാണ്. സ്തോത്രം. ഏഴാമത്തെ പ്രൂഫ്, ദ സെവൻത് പ്രൂഫ്, ഏഴാമത്തെ ഉറപ്പ്, ദ ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ് സപ്പർ. ദ ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ് സപ്പർ, തിരുവത്താഴത്തിൻ്റെ സാക്ഷ്യമാണ്. തിരുവത്താഴത്തിൻ്റെ സാക്ഷ്യം നമുക്കേറെ പരിചയമുള്ളതാ. 1 കൊരിന്ത്യർ 11:26 വാക്യം. സ്തോത്രം. നമുക്ക് മനഃപാഠമായിട്ടുള്ള വാക്യമാണ്. നമ്മുടെ എല്ലാ തിരുവത്താഴങ്ങളിലും നമ്മൾ വായിക്കുകയും കൂടാതെ അത് നടത്തുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഉരുവിടുകയും ചെയ്യുന്ന കാര്യമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു ശുശ്രൂഷ. അവിടെ ഞങ്ങള് പാസ്റ്റർമാർ ഒരു ചെറിയ പെശക ചെയ്യാറുണ്ട്. ഒരു ചെറിയ പെശക. അത് ഞങ്ങള് ഉപദേശിമാരും ശ്രദ്ധിക്കാറില്ല, ദൈവമക്കളും ശ്രദ്ധിക്കാറില്ല. അത് തുറന്ന് പറയുന്നതിൽ ക്ഷമിച്ചാലും ഞാൻ ഉൾപ്പെടുന്ന ഉപദേശിമാരുടെ ഒരു തെറ്റാണ്. തിരുവത്താഴമാണ് കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവിനുള്ള തെളിവ്. തിരുവത്താഴ ശുശ്രൂഷയാണ്. ദ വെരി ടേബിൾ ഈസ് ദ പ്രൂഫ് ഓഫ് ലോർഡ്സ് റിട്ടേൺ. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഈ തിരുവത്താഴത്തിൽ ശേഷിച്ചിരിക്കുന്ന അപ്പങ്ങളെക്കുറിച്ച്, അപ്പകഷ്ണങ്ങളെക്കുറിച്ച്. ഞങ്ങൾ പറയെല്ലാം കഴിഞ്ഞിട്ട്, പ്രിയപ്പെട്ടവരെ, മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കുന്നു. ഇത് നമ്മെ വിളിച്ചറിയിക്കുന്നത് 2-3 കാര്യം പറയും. അതിലൊന്ന് നമുക്ക് വേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. പ്രിയരെ, ഈ ശേഷിച്ചിരിക്കുന്ന അപ്പക്കഷണങ്ങളല്ല കർത്താവ് ഇതുവരെ വന്നില്ലെന്ന് വിളിച്ചു പറയുന്നത്. നമ്മൾ കഴിച്ചതും കൂടെ അതാ പറയുന്നത്. ആ ടേബിൾ, ദ വെരി ടേബിൾ, ആ തിരുമേശ തന്നെ കർത്താവ് ഇതുവരെ വന്നില്ലെന്നുള്ളതിൻ്റെ തെളിവാ. വന്നില്ലെന്നുള്ളതിൻ്റെ മാത്രമല്ല, വരും എന്നുള്ളതിൻ്റെ. സ്തോത്രം. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, തിരുമേശ, അതിൽ ഞങ്ങൾ ചില സമയത്ത് പ്രസംഗിക്കുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി 3 പ്രാവശ്യം പറയാറുണ്ട്. തിരുമേശയിൽ നാം ഓർക്കേണ്ട 3 സി, ഇംഗ്ലീഷിലെ സി അക്ഷരം: ക്രോസ്, കോൺഷ്യൻസ് ആൻഡ് ക്രൗൺ. ക്രോസ്, കോൺഷ്യൻസ് ആൻഡ് ക്രൗൺ. ക്രോസ് നമുക്കറിയാം, ക്രൂശിനെ ധ്യാനിക്കുക, ഓർക്കുക. 2, കോൺഷ്യൻസ്, നമ്മുടെ മനസാക്ഷിയെ നമ്മൾ വിലയിരുത്തുക. 3, ക്രൗൺ, മുൻപോട്ട് നോക്കി കിരീടത്തെക്കുറിച്ച് ഓർക്കുക. തിരുവത്താഴം ഈ 3 സീകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 3ഉം നമുക്ക് ഓർക്കണം. കേവലം ക്രൂശ് മാത്രമല്ല നമ്മൾ തിരുവത്താഴത്തിൽ കാണേണ്ടതും ഓർക്കേണ്ടതും. ക്രൂശിനെ ഓർക്കണം, പക്ഷെ അത് മാത്രമല്ല.
നമ്മുടെ മനസാക്ഷിയിലേക്കും കൂടെ നമുക്കൊന്ന് ഊളിയിട്ടിറങ്ങണം. മാത്രമല്ല, അവൻ വരുവോളം എന്ന് വെച്ചാൽ ഈ തിരുവത്താഴം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവ് വരും എന്നുള്ളതാണ്. ആജീവനാന്തം ക്രൂശ് മാത്രം ധ്യാനിച്ച് ഈ അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ചു പോവുകയല്ല. സ്തോത്രം. അത് ഭക്ഷിക്കുമ്പോൾ ആ തിരുമേശ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മാനവജാതിയുടെ പാപപരിഹാരത്തിനായി തന്നെത്താൻ ക്രൂശിന്മേൽ പ്രായശ്ചിത്തയാഗമായി അർപ്പിച്ചവൻ, രക്തം ചിന്തിയവൻ താമസം വിന തേജസ്സോടെ മഹത്വത്തോടെ കിരീടധാരിയായി മടങ്ങി വരും എന്നുള്ളതാണ്. അതുകൊണ്ടാ ഭക്തൻ പാടിയത്, സ്തോത്രം, മുൾക്കിരീടം അണിഞ്ഞ് രക്തധാരിയായി മരിച്ച യേശു പൊൻകിരീടം ചൂടി തേജോപൂർണനായി മടങ്ങി വരുന്നു എന്ന്. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിലും നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് സഭായോഗങ്ങളിലെ ഒരു പ്രധാന ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ എന്നുള്ളത്. ഇപ്പൊ തിരുമേശയുടെ സാക്ഷീകരണം, അത് പുറകോട്ട് നോക്കി ക്രൂശിനെ പറ്റി പറയുമ്പോൾ മുൻപോട്ട് നോക്കി ക്രിസ്തുവിനും നമുക്കും വരുവാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് പറയുന്നു. ആവർത്തിച്ചോട്ടെ, നാം നടത്തുന്ന തിരുമേശ ശുശ്രൂഷ പുറകോട്ട് നോക്കി യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ ചരിത്രപരമായി ഓർമ്മപ്പെടുത്തുമ്പോൾ അത് മുൻപോട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് വരുവാനിരിക്കുന്ന തേജസ്സിന്റെ അനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിനും നമുക്കും വരുവാനിരിക്കുന്ന തേജസ്. ക്രിസ്തു ഇതിനോടകം തന്നെ തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ആ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു തേജസ്സോടെ മടങ്ങി വരുമെന്നും അന്ന് നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്നും ഉള്ള യാഥാർത്ഥ്യം തിരുമേശ മുൻപോട്ട് വിരൽ ചൂണ്ടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തിരുമേശയിൽ കേവലം ക്രൂശ് കൊണ്ട് മാത്രം നാം അവസാനിപ്പിക്കരുത്. ക്രിസ്തുവിൻ്റെ ചരിത്രത്തിലെ അവസാന അധ്യായമല്ല കുരിശ്. അത് വെറുമൊരു ഇടത്താവളം മാത്രമാണ്. സ്തോത്രം. ആ ക്രൂശിന് ശേഷം ഒരു മഹിമയുണ്ട്, ഒരു തേജസ്സുണ്ട്, ഒരു കിരീടമുണ്ട്. സ്തോത്രം. ഇന്നും നമ്മുടെ കർത്താവിനെ നാം അനേകം രാജമുടികൾ അണിഞ്ഞവനായിട്ടാണ് കാണുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 19:11 മുതൽക്കുള്ള വാക്യങ്ങൾ ആധാരമാക്കി പറഞ്ഞാൽ, ഒരു മുൾക്കിരീടമണിഞ്ഞ് മരിച്ച ക്രിസ്തു ഇനി വരുമ്പോൾ അവന്റെ തലയിൽ മുൾക്കിരീടമല്ല, പിന്നെന്താ ഇരിക്കുന്നത്? രാജമുടികളാണ്, രാജകീയ കിരീടങ്ങളാണ്. ഒരു മുൾമുടി അണിഞ്ഞവന്റെ തലയിൽ എത്ര രാജകീയ കിരീടങ്ങൾ ഉണ്ടാവും? സ്തോത്രം. ചിലരൊക്കെ തെറ്റായി ധരിക്കുന്നതും തെറ്റായി പാടുന്നതും 7 എന്നാണ്. 7 അല്ല, ഏറെ. 7 അല്ല, ഏറെ രാജാമുടികൾ. ഞാനീ പറഞ്ഞത് വെളിപ്പാട് 19:11 വാക്യങ്ങളാണ്. ഒന്ന് വായിക്കുന്നെങ്കിൽ സന്തോഷം. വെളിപ്പാട് പുസ്തകം ആണല്ലോ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്.
തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു മതി 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 മതി. അനേകം രാജമുടികൾ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും, ചിലരത് പ്രാസമൊപ്പിച്ച് 7 രാജാമുടി ശിരസതിൽ ധരിച്ചും എന്ന് പറഞ്ഞ പാടാറുള്ളത്. ഞാൻ ഒരിക്കൽ അങ്ങനെ പാടുമായിരുന്നു. അങ്ങനെ പാടിപ്പോവും ചിലപ്പോൾ. 7 നക്ഷത്രമായപ്പോൾ 7 രാജാമുടി. അപ്പം 7 7 എന്നൊരു കണക്കും അങ്ങ് ഒപ്പിക്കാമല്ലോ. അപ്പം 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ചുമാണ്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവന്റെ തലയിൽ അനേകം രാജമുടികൾ. രാജമുടി എന്നതിൻ്റെ അർത്ഥം രാജകീയ കിരീടം എന്നാണ്. അല്ലാതെ പ്രത്യേകിച്ച് തിരുപ്പനൊന്നും വെച്ച് കെട്ടിയതല്ല. രാജമുടി എന്ന് പറയുമ്പോൾ കിരീടം എന്നാണ് അതിൻ്റെ അർത്ഥം. തിരുവത്താഴ വേളകളിൽ നാം ഈ കാര്യം ഊന്നി പറയണം. ക്രൂശ് കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്തീയ മാർഗം. അതിനുശേഷം ഒരു ഉയർപ്പുണ്ട്. ഉയർപ്പും ആത്യന്തികമല്ല. ഉയർപ്പിന് ശേഷം ഒരു ഉയർത്തപ്പെടലുണ്ട്, എക്സോൾട്ടേഷൻ. അതുകൊണ്ടും തീരുന്നില്ല. പിന്നെയാണ് ഒരു ഗ്ലോറിഫിക്കേഷൻ, ഒരു തേജസ്കരണമുള്ളത്. സ്തോത്രം. അപ്പോൾ ക്രോസ്, ഡെത്ത്, ബറിയൽ, റിസറക്ഷൻ, റൈസിംഗ് അപ്പ് ഓർ എക്സോൾട്ടേഷൻ ആൻഡ് എ ഗ്ലോറിഫിക്കേഷൻ. സ്തോത്രം. മരണം, ക്രൂശീകരണം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടൽ, സ്ഥാനം കൊണ്ട് ഉയർത്തപ്പെടൽ, തേജസ്കരണം. ക്രിസ്തുവിന് അത് ലഭിച്ചെങ്കിൽ നമുക്കും അതുണ്ടാവും. സ്തോത്രം. ക്രിസ്തുവിന് അത് ലഭിച്ചെങ്കിൽ നമുക്കും അത് ലഭിക്കും. സ്തോത്രം. ഇപ്പോൾ തിരുവത്താഴത്തിന്റെ സാക്ഷ്യം യേശു ക്രിസ്തു തേജസ്സോടെ വരും എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു, പ്രഖ്യാപിക്കുന്നു. സ്തോത്രം. അടുത്തതാണ് the testimony of the prayer of the church. The testimony of the prayer of the church. സഭയുടെ അന്തിമ പ്രാർത്ഥനയുടെ സാക്ഷ്യം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ നോക്കിയാൽ ദൈവസഭയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥന നമ്മളെല്ലാവരും എല്ലാ യോഗത്തിനും ശേഷം പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത്. ഹൃദയമുണ്ടോ എന്നുള്ളത് അവരവർ തന്നെ പരിശോധിക്കുക. ആമേൻ കർത്താവായ യേശുവേ. ചിലർ വരയണമേ എന്ന് പറയും, ചിലർ വേഗം വരയണമേ എന്ന് പറയും. സ്തോത്രം. വേഗം വരയണമേ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. റെവലേഷൻ 22 and verse 20. ഇത് സാക്ഷീകരിക്കുന്നവൻ, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. യോഹന്നാൻ ദൈവസഭയുടെ പ്രതിനിധിയായി അവിടെ നിന്നുകൊണ്ട് പറയുന്നു, ആമീൻ. ആ ആമീൻ കൊണ്ടും യോഹന്നാന് തൃപ്തി വരാഞ്ഞപ്പോൾ വീണ്ടും പ്രതിവചിച്ചു, കർത്താവായ യേശുവേ വരേണമേ. സ്തോത്രം. ചിലര് ദൈവസഭയെ അല്ലെങ്കിൽ യോഹന്നാനെ അല്പം ആരോപണ വിധേയനാക്കാറുണ്ട് ഈ വിഷയത്തിൽ. കാരണം യേശു കർത്താവ് പറഞ്ഞു, ബിഹോൾഡ് ഐ കം ക്വിക്ക്ലി, ഇതാ ഞാൻ വേഗം വരുന്നുവെന്ന്. പക്ഷേ യോഹന്നാൻ പറഞ്ഞു, ആമീൻ കർത്താവെ വരണേ, വേഗം വരണേ എന്ന് പറഞ്ഞില്ല എന്നൊരാരോപണമാണ് യോഹന്നാനെതിരെയും സഭയ്ക്കെതിരെയും ഉള്ളതും. അതുകൊണ്ട് നമ്മളും വേഗം വരണേ എന്ന് വേണ്ട, വരണേ എന്ന് പറഞ്ഞാൽ മതി എന്നും വാദിക്കുന്നു. എന്നാൽ അത് തെറ്റാണെന്ന് നമുക്കറിയാമല്ലോ.
യേശു കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. യോഹന്നാൻ ആദ്യമേ തന്നെ ചാടിക്കേറി ആമീൻ പറഞ്ഞു. ആമീൻ എന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം. അപ്രകാരം തന്നെ ഇന്ന് അല്പം ഈ ആംഗലേയ സംസ്കാരമൊക്കെ നമ്മുടെ അകത്തേക്ക് വന്നിട്ട് ആമീനെ അങ്ങ് ഐമീനൊക്കെ ആക്കി കളഞ്ഞു. ഐമീൻ എന്നൊക്കെ അങ്ങ് പറയാം. ഇംഗ്ലീഷിൽ ആമീൻ പറഞ്ഞാലും ആമീൻ തന്നെ കേട്ടോ. അതൊരു ഇംഗ്ലീഷ് വാക്കല്ല, അതൊരു ആ മൂലപദ നമ്മളെ എല്ലാ ഭാഷയിലും ഹല്ലേലൂയ പോലെ തന്നെ ആമീൻ പറയുന്നതാണ്. അതുകൊണ്ട് അത് ആമീൻ എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. സ്തോത്രം. ഐമീൻ എന്നും ആക്കാതിരിക്കുന്നതാണ് ഉത്തമം. അപ്പോഴത്തേക്കിനും അർത്ഥം മാറിയപ്പം അത് പിന്നെ ആമീൻ ഒന്നും അല്ല. പോട്ടെ, അത് ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. യോഹന്നാൻ യേശുവിനോട് ആദ്യം പ്രതിവചിച്ചത് ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടാ. എന്ന് വെച്ചാൽ അവിടുന്ന് പറഞ്ഞതുപോലെ വേഗം വരയണമേ. അതുകൊണ്ട് തൃപ്തിയാകാഞ്ഞിട്ടാണ് വീണ്ടും യോഹന്നാൻ പറഞ്ഞത്, കർത്താവായ യേശുവേ വരയണമേ. നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണിത്. അവിടുന്ന് വാഗ്ദത്തം ചെയ്തതുപോലെ വേഗം ഒന്ന് വരയണമേ. ദൈവസഭ എല്ലാ യോഗങ്ങൾക്കും ഒടുവിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിൻ്റെ സാക്ഷ്യം എന്താണ്? നമ്മുടെ കർത്താവ് ഇതുവരെ വന്നില്ല എന്നും അവൻ വരും എന്നും ഉള്ളതാണ്. വന്നില്ല എന്നും വരും എന്നുമുള്ളത്. അതുകൊണ്ട് സ്തോത്രം, ദൈവസഭ ആ നിലയിൽ തന്നെ പ്രാർത്ഥിക്കട്ടെ. അങ്ങ് പറഞ്ഞതുപോലെ വേഗം വരയണമേ. സ്തോത്രം. The testimony of the final prayer of the church is also a guarantee or a proof that Christ will come. കർത്താവിൻ്റെ വരവിനുള്ള ഒരു ഉറപ്പാണിത്. അടുത്തത് സ്തോത്രം 9. The testimony of the hopeful anticipation of the early church. The testimony of the hopeful anticipation of the early church. സ്തോത്രം. ആദിമസഭയുടെ പ്രത്യാശാ നിർഭരമായ ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഉണ്ടായിരുന്ന കാത്തിരിപ്പ്. ആദിമസഭയുടെ പ്രത്യാശാ നിർഭരമായ കാത്തിരിപ്പിൻ്റെ സാക്ഷ്യം. സ്തോത്രം. നമ്മൾ 1-ാം നൂറ്റാണ്ടിലെ സഭയെ എല്ലാറ്റിനും മാതൃകയായി സ്വീകരിക്കാറുണ്ട്. സഭാ നടപടികൾക്കൊക്കെ. സ്തോത്രം. കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് വേണ്ടി പോലും നാം ആദിമ സഭയെ മാതൃകയാക്കുമ്പോൾ ഇവിടെ നമുക്ക് മാതൃകയാക്കുവാൻ കഴിയുന്ന ആദിമസഭയുടെ പ്രത്യാശ. സ്തോത്രം. എന്തായിരുന്നു? അവരുടെ ജീവകാലത്ത് തന്നെ മശിഹ വരും എന്നതായിരുന്നു. അവരുടെ ജീവകാലത്ത് തന്നെ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത സംഭവിക്കും എന്നത്. അവർ മരിക്കുകയില്ല, മരണം കാണാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും എന്ന പ്രത്യാശയോടെ ജീവിച്ചിരുന്നവരാണ് ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭ, അപ്പോസ്തലന്മാരും സഭാംഗങ്ങളും. അതിൻ്റെ വളരെ വ്യക്തമായ തെളിവാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായവും 1 തെസ്സലോനിക്ക ലേഖനവുമൊക്കെ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 43 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അപ്പോസ്തലന്മാരും ആദിമസഭയിലെ വിശ്വാസികളുമൊക്കെ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റു എല്ലാം പൊതുവക എന്ന് എണ്ണി എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു.
അവരിങ്ങനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊട്ടിയും പാടിയും പ്രാർത്ഥിച്ചുമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. എന്തായിരുന്നു അവരുടെ പ്രത്യാശ? ഇനിയും അധിക നാൾ കഴിയില്ല, കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ വരും. അതുകൊണ്ട് അവർക്കുള്ളതൊക്കെ വിറ്റ് അവർ ദരിദ്രർക്ക് കൊടുക്കുകയും സുവിശേഷ വേലയിൽ പങ്കിടുകയും ചെയ്തു. അതിന്റെ മറ്റൊരു തെളിവാണ് തെസലോനിക്കർക്കുള്ള 1-ാം ലേഖനം. അവിടുത്തെ പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം തെസലോനിക്ക സഭയിലെ ചില വിശുദ്ധന്മാരും മരിച്ചു. അപ്പോഴേക്കും ജീവനോടെ ഇരുന്നവർക്ക് ആശങ്കയായി. അവരുടെ മരണത്തിനു മുമ്പേ യേശു വരുമെന്ന് കാത്തിരുന്നിട്ടും അവർ മരിച്ചല്ലോ. ഇനിയും യേശു കർത്താവ് വന്നാൽ ഈ മരിച്ചവരുടെ സ്ഥിതി എന്താകും? അവർ പോയല്ലോ, നഷ്ടപ്പെട്ടല്ലോ. വലിയ നിരാശാബോധം അവരെ ഭരിച്ചു. അപ്പോഴാണ് അവര് സംഗതികളൊക്കെ പൗലോസ്ലീഹായെ ധരിപ്പിച്ചത്. അതിന് പൗലോസ് കൊടുത്ത മറുപടിയാ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ: നിദ്ര കൊണ്ടവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ജീവനോടിരി നിദ്ര കൊണ്ടവർക്ക് മുമ്പന്മാരാവുകയില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മുമ്പേ അഥവാ ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. പിന്നെയേ ഉള്ളൂ ജീവനോടിരിക്കുന്ന നമ്മുടെ രൂപാന്തരം. എന്നാൽ നമ്മൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ കാത്തിരിപ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവരുടെ കാലത്ത് തന്നെയുള്ള പ്രത്യാഗമനമായിരുന്നു. ദൈവസഭയെ നമ്മുടെ ഉള്ളിൽ ആ പ്രത്യാശ എന്തുമാത്രമുണ്ട്? നമ്മുടെ ജീവകാലത്ത് കർത്താവ് വരുമെന്ന് പ്രത്യാശിക്കുന്നവരാണോ നാം? ഇനി ആ പ്രത്യാശയോടൊപ്പം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണോ? അതിനുവേണ്ടി കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നാഥ, ഞങ്ങളുടെ ജീവകാലത്ത് തന്നെ അങ്ങ് വരണേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പിനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മരിക്കാതെ ഒരു രൂപാന്തരത്തിന് വേണ്ടിയാണ്. അങ്ങ് വരണേ എന്ന് കർത്താവിനോട് ആഗ്രഹിക്കുന്നവരാകട്ടെ, പ്രത്യാശിക്കുന്നവരാകട്ടെ. അപ്പോൾ ആദിമസഭയുടെ പ്രത്യാശ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് സന്ദേശം പ്രാപിച്ചവരുടെ പ്രത്യാശ, യേശുക്രിസ്തുവിനോട് കൂടെ നടന്നവരിൽ നിന്ന് നേരിട്ട് പാഠങ്ങൾ പഠിച്ച ദൈവസഭയുടെ പ്രത്യാശ യേശു അവരുടെ ജീവകാലത്ത് വരുമെന്നായിരുന്നു എങ്കിൽ, പ്രിയരെ, നമുക്കും ഉറപ്പോടെ പറയാൻ പറ്റും, നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരും. നമുക്കും പ്രത്യാശിക്കാം. ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. എ 10th പ്രൂഫ്, 10ാമത്തെ തെളിവ്. സ്തോത്രം. 10ാമത്തെ തെളിവ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് ഞാനൊരു ചോദ്യമായി അങ്ങോട്ട് ചോദിക്കാം. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം നമ്മുടെ കർത്താവിൻ്റെ വരവിൻ വാഗ്ദത്തം. എന്നാൽ ആ വാഗ്ദത്തം നിറവേറ്റപ്പെടുമെന്നുള്ളതിന് അഡ്വാൻസായിട്ട് ഉറപ്പായി നമുക്ക് നൽകപ്പെട്ട ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും അത്. The utmost promise we have is the
promise of the coming of the Lord. But that promise is not yet fulfilled. But God has given us an assurance in the form of an advance payment, an advance remittance. Yes, Jolie sister, you are right. And that is the endowment of the Holy Spirit. The endowment of the Holy Spirit. അതെ, അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ സ്തോത്രം 10ാമത്തെ വളരെ ശക്തവുമായ വളരെ പ്രത്യക്ഷമായ ഉറപ്പ് എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ഒറ്റ വാക്കിൽ പരിശുദ്ധാത്മാവ്. The endowment and the presence of the Holy Spirit here down on earth with the church. The very endowment and the presence of the Holy Spirit on earth guarantees Christ has not yet come, but assuredly he will come. ഭൂമിയിൽ ദൈവസഭയോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ആളത്വവും നമുക്ക് 2 കാര്യങ്ങൾ ഉറപ്പു തരുന്നു. ഒന്ന്, യേശു കർത്താവ് ഇതുവരെയും വന്നില്ല. 2, അവൻ വരും, ഉറപ്പായും വരും, നിശ്ചയം. സ്തോത്രം. ദൈവസഭയിൽ ഈ വിഷയത്തിൻ്റെ പഠിപ്പീര് വേണ്ടതുപോലെ ഇല്ലെന്നാണ് എനിക്ക് 33 വർഷത്തെ ശുശ്രൂഷ പരിചയത്തിലും 40-ൽ പരം വർഷത്തെ ആത്മീയ ജീവിത പരിചയത്തിൽ നിന്നും മനസ്സിലാക്കുന്നതും പറയാൻ പറ്റുന്നതും. തെറ്റാണെങ്കിൽ ക്ഷമിച്ചാലും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു 2 അന്യഭാഷ പറയാനും ഒക്കെ ആയിട്ട് പരിമിതപ്പെടുത്തുകയാണ്. Not at all. Please don't limit the Holy Spirit in a mere vibration at the very end of the songs. That also end of the last song. നമ്മൾ സഭയിൽ പാടുന്ന പാട്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് ഒന്ന് കുലുക്കി നിർത്തുന്ന ഒരു ശക്തിയായി പരിശുദ്ധാത്മാവിനെ പരിമിതപ്പെടുത്തല്ലേ. സ്തോത്രം. പരിമിതപ്പെടുത്തരുത്. What is the Holy Spirit? The Holy Spirit is a seal, rather the seal of the redeemed. വീണ്ടെടുക്കപ്പെട്ടവരുടെ അല്ല, ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നവരുടെ, അവർ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ളതിന് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന മുദ്രയാണ് പരിശുദ്ധാത്മാവ്. വായിച്ചാട്ടെ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. Ephesians 1:13-14. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. എഫേസ്യ ലേഖനം നമുക്കറിയാം, ലേഖനങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്, ക്വീൻ ഓഫ് ദി എപ്പിസൽസ്. അതിൽ 3-ാം വാക്യം തൊട്ട് 1-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് 14-ാം വാക്യം വരെ കുത്തും കോമായും ഒന്നും ഇല്ലാത്ത ഒറ്റ
ഒരൊറ്റ വാചകമാ പൗലോസ് ഗ്രീക്കിൽ എഴുതി വച്ചിരിക്കുന്നത്. സിംഗിൾ സെന്റൻസാണ്. പിന്നെ ഈ വിവർത്തനം ചെയ്തവരും അച്ചടിച്ചവരും ഒക്കെ കൂടെ അതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് മുറിച്ച് തന്നിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ടും ഈ 13 14 വാക്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് തൽക്കാലം വേണ്ടത് മാത്രം അവിടെ നിന്നും എടുക്കുന്നു. എന്താണ് പരിശുദ്ധാത്മാവ്? അവിടെ നാം വായിക്കുന്നു, തൻ്റെ സ്വന്ത ജനത്തിൻ്റെ വീണ്ടെടുപ്പിനായി അവൻ്റെ അവകാശത്തിൻ്റെ അല്ലെങ്കിൽ വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായി നൽകപ്പെട്ട മുദ്രയാണ് പരിശുദ്ധാത്മാവ്. ചുരുക്കത്തിൽ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണം സംഭവിക്കും എന്നതിന് അഡ്വാൻസായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഗഡു. The Holy Spirit is the first installment of the assurance of God's promise, the promise of the coming of the Lord. കർത്താവിൻ്റെ സഭയ്ക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ വാഗ്ദത്തം കർത്താവിൻ വരവിൻ വാഗ്ദത്തമാണ്. അത് ഇതുവരെ നിറവേറിയിട്ടില്ല. എന്നാൽ നിറവേറും എന്നുള്ളതിന് ഉറപ്പായി അച്ചാരമെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട്. അച്ചാരത്തിൻ്റെ അർത്ഥം അഡ്വാൻസ് പേയ്മെന്റ് എന്ന ആദ്യ ഗഡു. നമ്മളൊരു കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ, ശരി, ഇത്ര രൂപയ്ക്ക് ഇന്ന വസ്തു അല്ലെങ്കിൽ ഇന്ന വണ്ടി ഇത്രാം തീയതിക്കകം ഞാൻ വാങ്ങിക്കൊള്ളാം, അതിനുറപ്പായിട്ട് ഇന്ന ഒരു 10,000 ചെക്ക്, അതിന് 10,000 വേണ്ട, 1 രൂപയാ കൊടുക്കുന്നതെങ്കിലും അതതിൻ്റെ ഉറപ്പാണ്. വടക്കേന്ത്യയിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ പോയാൽ ഇങ്ങനെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഡ്വാൻസായിട്ട് കൊടുക്കാൻ അവർക്ക് കാശൊന്നും കാണത്തില്ല കയ്യിൽ. പക്ഷേ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ള കാര്യമാണ്, ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നു, അവിടെ ഇരുന്നുകൊണ്ട് ഉറപ്പിക്കുന്നു. അന്നേരം പോരുന്ന എഗ്രിമെന്റ് ഉണ്ടാക്കാനൊന്നും ഓർക്കില്ല, നിരക്ഷരരാണ്. അങ്കൂട്ടാച്ചാപ്പെന്ന് ഞങ്ങൾ വിളിക്കും. അവരന്നേരം ഈ ബീഡിയൊക്കെ വലിക്കുന്നവരാ. ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് ആ തീപ്പെട്ടിക്കൊള്ളി മുറിച്ച് ഒരു ഭാഗം ഞാനും വെക്കുന്നു, ഒരു ഭാഗം ഞാൻ ഈ കച്ചവടത്തിൽ ഏർപ്പെടുന്ന ആളിനും കൊടുക്കുന്നു. ദാ ഇത് ഉറപ്പാ. ഇല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി പോലും ഇല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു ചെറിയ കമ്പിൻ കഷണം, ഒരു ചെറിയ ചുള്ളിക്കഷണം, ഒരു ഈർക്കിൽ കഷണം എന്തെങ്കിലും എടുത്ത് അതിൻ്റെ പകുതി അവനും കൊടുക്കുന്നു, പകുതി ഞാനും വയ്ക്കുന്നു. ആ ഒരു കൊച്ച് മരക്കഷണം ഒരു വാഗ്ദത്തത്തിൻ്റെ അച്ചാരമാണ്. ഉറപ്പാ, കാര്യം ഉറപ്പിച്ചു. ഇതുപോലെ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള വാഗ്ദത്തം, നമ്മുടെ കർത്താവ് വരും, നമ്മളെ തൻ്റെ അടുക്കൽ കൊണ്ടുപോകും എന്നുള്ളതാണ്. സ്തോത്രം. പക്ഷേ എന്താ ഉറപ്പ്? ഇതാണ് ഉറപ്പ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ടുള്ള പേര് കണ്ടോ ഈ വാക്യത്തിൽ? വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ്, the Holy Spirit of the promise. The Holy Spirit also is a promise, and rather the coming of the Lord is the utmost
പ്രോമിസ്. പരിശുദ്ധാത്മാവും നമുക്ക് വാഗ്ദത്തത്തിന്റെ ആത്മാവാണ്. എന്ന് വെച്ചാൽ ആത്മാവിനെ തരാമെന്നും കർത്താവ് നമ്മോട് വാക്ക് പറഞ്ഞതാ. അവരോട് പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഉടൻ തന്നെ യെരുശലേമിൽ നിന്നും നിങ്ങളുടെ വീടുകളിലേക്കൊന്നും പോകരുത്. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ അധികം പേരും ഗലീലക്കാരാ, യെരുശലേം വാസികളല്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഉടൻ തന്നെ തിരിച്ചു പോയിട്ട് നിങ്ങളുടെ വീടുകളിലേക്കൊന്നും പോകണ്ട, നിങ്ങൾ യെരുശലേമിൽ തന്നെ പാർക്കണം. എപ്പോൾ വരെ? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് അത് ലഭിക്കുന്നതുവരെ. അതുകൊണ്ടാണ് നമ്മൾ സ്നാനപ്പെടുത്താൻ നേരം ഈ സ്നാനപ്പെടുത്തുന്ന പാസ്റ്ററും സ്നാനപ്പെടുന്ന വിശ്വാസിയും കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇത്രയും നീളത്തിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അതുകൊണ്ട് ആർക്കൊന്നും പിടികിട്ടത്തില്ല. പിന്നെ ആർക്കും പിടികിട്ടാത്ത പോലെ ചോദിച്ചെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഒരു കൊഴുപ്പുള്ളെന്നൊക്കെയാണ് നമ്മുടെ വയ്പ്. അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ഈ ഉപദേശിയെ സ്നാനപ്പെടുത്താൻ വിളിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്കങ്ങ് അത്രയൊക്കെ പറയേണ്ടി വരുന്നു. അതിനൊന്നും ആവശ്യമില്ല സത്യത്തിൽ. ഏതായാലും നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ വാങ്ങി അയച്ചു തന്ന കർത്താവ് തൻ്റെ വാഗ്ദത്തപ്രകാരം എത്രയും വേഗം മടങ്ങി വരുമെന്ന് സഹോദരാ നീ വിശ്വസിക്കുന്നുവോ? കണ്ടോ, അതിനകത്ത് നമ്മളിത് ആ മാലയ്ക്കകത്ത് ഈ മുത്തുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കത്തില്ലെന്നേ ഉള്ളൂ. സ്വർഗാരോഹണം ചെയ്തിട്ട് വാക്കു പറഞ്ഞതുപോലെ ആത്മാവിനെ വാങ്ങി അയച്ചു തന്നവൻ പറഞ്ഞതുപോലെ വേഗം വരുമെന്നും കൂടെ നീ വിശ്വസിക്കുന്നുണ്ടോന്നാ ചോദിക്കുന്നത്. എങ്കിലേ പിടിച്ച് മുക്കുന്നുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാ. ആത്മാവ് വന്നോ? സ്തോത്രം. ഭൂമിയിൽ ഉണ്ടോ? സഭയോടൊപ്പം പരിശുദ്ധാത്മാവ് ഇന്നും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി കർത്താവ് വന്നില്ലെന്നുറപ്പിക്കുവാനും വരും എന്ന് ദൃഢപ്പെടുത്തുവാനും. പ്രിയരെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് 2 മുറി അന്യഭാഷ പറയാനല്ല. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയത് ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്ന് വൈബ്രേറ്റ് ചെയ്യാനല്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് വല്ലവർക്കും ഭൂതബാധ വരുമ്പം ഒന്ന് തുള്ളി നിൽക്കാനല്ല. അപ്പോഴാ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആത്മാവിലാകുന്നത് കണ്ടിട്ടുള്ളത്. ആർക്കെങ്കിലും ദുരാത്മബാധ ഉണ്ടാകുമ്പോഴാണ് വേറൊരാൾ ഏറ്റവും കൂടുതലായിട്ട് ആത്മാവിൽ ജ്വലിച്ച് നിന്ന് കാണുന്നത്. അത് പേടി കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പുള്ളി ഇങ്ങോട്ട് കയറാതിരിക്കാൻ ഇവിടെ ഒന്നിനെയൊന്ന് സജ്ജമാക്കി നിർത്തുക പേടികൊണ്ടാ. ആത്മാവിലാകുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഭൂതമിളകി കാണാത്തത് കൊണ്ടാണ്. നമ്മുടെ ഇടയിലേക്ക് ഒന്ന് ഭൂതമിളകാനും കൂടെ ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കും. അന്നേരം കാണാം ആൾക്കാർ ആത്മാവിലാന്ന്. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും അനങ്ങാതിരിക്കുന്ന പുള്ളികൾ ഭൂതം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അനങ്ങി തുടങ്ങും. ഇല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട്. സഭയിൽ ഒരു ദുരാത്മബാധയുള്ള ആൾക്കാർ ഇതുവരെ അനങ്ങാത്തത് ദുരാത്മാവില്ലാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷേ അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാനുള്ള സാഹചര്യമൊക്കെ നമ്മുടെ സഭയിൽ ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും അനങ്ങാതെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. സ്തോത്രം. ഇല്ലെങ്കിൽ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കി അടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്നതൊക്കെ അക്ഷരം പ്രതി സത്യമാണെന്ന് മനസ്സിലാവും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് മുറി അന്യഭാഷ പറഞ്ഞ് ഒന്ന് കുലുങ്ങി നിൽക്കാനല്ല. സ്തോത്രം. നിത്യതയുടെ വീക്ഷണത്തിലാണ്. അതുകൊണ്ടാ
4:30, എഫേസ്യർ 4:30 പറഞ്ഞത്. ആരോ അത് കോട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. അതും കൂടെ വായിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിൽ മുദ്രയിട്ടിരിക്കുന്നത്. സ്തോത്രം. വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. സ്തോത്രം. നാം 13-14 വാക്യങ്ങളിൽ 1-ാം അധ്യായത്തിലും വായിച്ചു, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ഭക്തനോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഞായറാഴ്ചത്തെ 2.5 മണിക്കൂറത്തെ യോഗത്തിൽ അരമണിക്കൂറത്തെ പാട്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ 5 മിനിറ്റിനു വേണ്ടിയുള്ളതല്ല. ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ പോലും അവനോടുള്ള ദൈവാത്മ പ്രവർത്തനം ഇനിയും ബാക്കിയുണ്ട് എന്നുവരെ അവനെ ഉയർപ്പിച്ച് അവനെ ക്രിസ്താനുരൂപനാക്കി ദൈവസന്നിധിയിൽ കൊണ്ട് നിർത്തുന്നതുവരെ ഒരു ഭക്തനോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നില്ല. സ്തോത്രം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും പരിശുദ്ധാത്മാവിന് എന്നോടുള്ള പ്രവൃത്തിയും ശുശ്രൂഷയും തീരുന്നില്ല. അവിടെ യേശുക്രിസ്തുവിൻ്റെ വരവിൽ അതാണ് വീണ്ടെടുപ്പിൻ നാള്. ക്രിസ്തുവിൻ്റെ വരവിൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി ക്രിസ്താനുരൂപനാക്കി ക്രിസ്തു മുമ്പാകെ നിർത്തുന്നതുവരെ പരിശുദ്ധാത്മാവിൻ്റെ എന്നോടുള്ള ശുശ്രൂഷ പൂർണ്ണമാവുകയില്ല, തുടരുകയാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ പ്രിയരെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവിക ഉദ്ദേശം. സ്തോത്രം. അപ്പൊ കുറഞ്ഞത് ഈ 10 കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുന്നതാ യേശുക്രിസ്തു വരും എന്നുള്ളതിന്. ഇത് മതിയല്ലോ. ഈ 10 തന്നെ വേണമെന്നില്ല, ഒരെണ്ണം മതി. അപ്പോഴേ നമുക്ക് 10. ഇനിയുമുണ്ട് നമുക്ക് തപ്പാൻ തിരുവെഴുത്തിൽ നിന്ന് തന്നെ. ഇത് അടയാളങ്ങളല്ല കേട്ടോ, സയൻസ് വേറെ. അവിടേക്ക് പക്ഷെ ഞാൻ പോകുന്നില്ല. കർത്താവിൻ്റെ വരവിൻ അടയാളങ്ങൾ വേറെയുണ്ട്. സഭയുടെ അടയാളം, എക്ലീസിയാസ്റ്റിക്കൽ സയൻസ്. യഹൂദന്റെ അടയാളം, ജൂയിഷ് സയൻസ്. ജാതികളുടെ അടയാളം, ജെൻറ്റൈൽ സയൻസ്. പ്രകൃതിയുടെ നാച്ചുറൽ സയൻസ്. പിന്നെ സയൻസിൻ്റെ, ശാസ്ത്രത്തിൻ്റെ സയന്റിഫിക്കൽ സയൻസ്. കൾച്ചറൽ, സംസ്കാരത്തിൻ്റെ, ഓഫ് ഹ്യൂമൻ നേച്ചർ, മനുഷ്യ പ്രകൃതത്തിൻ്റെ. ഇങ്ങനെ അടയാളങ്ങൾ വേറെ ഒത്തിരിയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മിക്കവാറും നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി പേര് പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ അവിടെ പറയാം. യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവിന് ഒരടയാളവും ഇല്ല. ആവർത്തിക്കുന്നു. There is no signs given in the Bible just to identify in the time of Christ coming in the mid-year for the church. ദൈവസഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ കർത്താവ് വരുന്നതിന് ഒരടയാളവും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പിന്നെ
നൽകപ്പെട്ടിട്ടുള്ള അടയാളങ്ങളെല്ലാം തന്നെ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള മഹത്വപ്രത്യക്ഷതയ്ക്ക് കൊടുത്തിട്ടുള്ള അടയാളങ്ങൾ മാത്രമാണ്. മനസ്സിലായോ? കൺഫ്യൂഷൻ ആർക്കും ഉണ്ടാകരുത്. ഒന്നുകൂടെ വിശദമാക്കാം. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിന്, പുനരാഗമനത്തിന് 2 പാദങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇറ്റ്സ് വെരി കോമൺ. There are 2 facets for the coming of the Lord. കർത്താവിൻ്റെ പുനരാഗമനത്തിന് 2 ആമുഖങ്ങൾ, അല്ലെങ്കിൽ 2 മുഖങ്ങൾ, അല്ലെങ്കിൽ 2 വശങ്ങൾ, അല്ലെങ്കിൽ 2 പാദങ്ങൾ. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഏത് വേണേലും നിങ്ങൾ സ്വീകരിച്ചു. 2 വശങ്ങൾ. ഒന്ന്, ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള വരവും. 2, ദൈവസഭയോട് കൂടെ ഉള്ള വരവും. ഒന്ന്, കർത്താവിൻ്റെ സഭയെ ചേർക്കാൻ വേണ്ടി. മറ്റൊന്ന്, കർത്താവിൻ്റെ സഭയോട് കൂടെ. 2 facets of Christ coming. One is for the church and second one with the church. ഒന്ന്, മേഘങ്ങളോളം മാത്രമുള്ള വരവ്. 2, ഭൂമിയിലേക്കുള്ള വരവ്. സ്തോത്രം. ഇതിൽ നമ്മൾ കാത്തിരിക്കുന്നതും ഒന്നാമത് സംഭവിക്കുന്നതും ആദ്യത്തെ പാദമായ സഭയ്ക്കു വേണ്ടി ആകാശമേഘങ്ങളിൽ വരുന്നതാണ്. ആകാശമേഘങ്ങളോളം മാത്രം വരുന്നതാണ്. 2 വരവും മേഘങ്ങളിലാണ്. എന്നാൽ ഒന്നാമത്തെ പാദത്തിൽ മേഘങ്ങൾ വരെയേ വരുന്നുള്ളൂ, താഴേക്ക് വരുന്നില്ല. സ്തോത്രം. ഈ മേഘമെന്ന് പറയുന്നത് ഈ മഴമേഘങ്ങളല്ല കേട്ടോ, മഴമേഘങ്ങളല്ല. നിങ്ങളൊക്കെ അധികം പേരും, എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ടോ എന്ന് ഉണ്ട് എന്നെനിക്കറിയാം. എന്നാൽ അധികം പേരും ദുബൈയിലും മറ്റുള്ളവരാണല്ലോ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. പല സന്ദർഭങ്ങളിലും ഫ്ലൈറ്റിൽ പോയിട്ടുള്ളപ്പം ഫ്ലൈറ്റുകളൊക്കെ മേഘങ്ങൾക്ക് മുകളിലൂടെയാണ് പലപ്പോഴും പോകാറ്. ലാൻഡിങ്ങിൻ്റെയൊക്കെ സമയത്ത് ചിലപ്പോൾ അതിനെ ഭേദിച്ച് താഴോട്ട് വരാറുണ്ടെന്നുള്ളൂ. എന്നാൽ പൊതുവെ വിശേഷിച്ചും ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഈ മഴമേഘങ്ങൾക്കൊക്കെ പുറത്തുകൂടെ, മുകളിലൂടെയാണ് പറക്കുന്നത്. അപ്പൊ ഇവിടെ മേഘങ്ങൾ എന്ന് പറയുന്നത് ഈ മഴമേഘങ്ങളാണെന്ന് കരുതരുത്. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ ഒന്നാമത്തെ ഭാഗം നമുക്ക് പരിചയമുള്ളതാണല്ലോ. എന്നാലും 1 തെസ്സലോനിക്കർ 4:16 ഒന്ന് വായിച്ചാട്ടെ. 4:16 1 Thessalonians. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവേശുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം നമുക്കത്രയും മതി. ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആകാശത്തിൽ മേഘങ്ങളിൽ. മധ്യാകാശം എന്നൊരു പ്രയോഗവും നമുക്കില്ല. അത് നമ്മുടെ പ്രസംഗ ഭാഷയിൽ വന്നേ ഉള്ളൂ. മധ്യാകാശം, മിഡയർ എന്ന് നമ്മളങ്ങ് പറയുന്നേ ഉള്ളൂ. ആകാശത്തിൽ മേഘങ്ങളിൽ എന്നാണ് വേദപുസ്തക പ്രയോഗം. ഈ വരവ്, അതാണ് സഭയ്ക്ക് വേണ്ടിയുള്ള വരവ്.
ഫോർ ദ ചർച്ച്. ഈ വരവിന് അടയാളങ്ങളൊന്നും തന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അടയാളങ്ങൾ ഉള്ളത് മുഴുവനും ഏത് വരവിന് വേണ്ടിയാ? സഭയോട് കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവിന് വേണ്ടിയാ. സഖരിയ പ്രവചനത്തിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ പാദം ഒലിവുമലമേൽ വയ്ക്കുന്ന ആ വരവ്. മുമ്പേ നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം 19-11 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഭൂമിയിലേക്കുള്ള വരവ്, രാജാവായിട്ടുള്ള വരവ്, ന്യായാധിപനായിട്ടുള്ള വരവ്, ഭൂമിയിൽ വാഴുവാൻ വേണ്ടി വരുന്ന വരവ്, ഭൂമിയിലെ രാജത്വങ്ങളെ മാറ്റാൻ വേണ്ടി വരുന്ന വരവ്, എതിർ ക്രിസ്തുവിനെയും അവൻ്റെ കൂട്ടരെയും പിടിച്ചുകെട്ടി ജീവനോടെ നരകത്തിലേക്ക് തള്ളി നരകത്തിൻ്റെ ഉദ്ഘാടനം നടത്താൻ വരുന്ന വരവ്. സ്തോത്രം. ആ വരവാണ് കർത്താവിൻ്റെ വരവിൻ്റെ രണ്ടാമത്തെ പാദം അല്ലെങ്കിൽ രണ്ടാമത്തെ ആമുഖം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം അടയാളങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. മുമ്പേ പറഞ്ഞ ഇസ്രായേലിൻ്റെ അടയാളം തുടങ്ങിയുള്ളതൊക്കെ ആ വരവിന് വേണ്ടിയുള്ള അടയാളങ്ങളാണ്. തീർച്ചയായിട്ടും ആ അടയാളങ്ങൾ വെച്ചുകൊണ്ടും നമുക്ക് അതിനു മുമ്പേ കർത്താവ് വരുമെന്ന് പറയാം, അതിൽ തെറ്റില്ല. എന്നാൽ ഒരു മർമ്മം, പൗലോസിന്റെ ഭാഷയാണ്, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. പൗലോസ് പറഞ്ഞ മർമ്മമാ, ഞാൻ പറയുന്ന മർമ്മമല്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ഈ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രത്യക്ഷത നടക്കുവാൻ ഒരൊറ്റ അടയാളമേ ഉള്ളൂ. മുമ്പ് ഞാൻ പറഞ്ഞ അടയാളം ഒന്നും ഇല്ലെന്ന്, ഒരടയാളമുണ്ട്. പക്ഷെ അത് നമുക്കറിയാൻ ഒക്കാത്ത അടയാളം ആയതുകൊണ്ടാണ് ഞാൻ അടയാളം അല്ലെന്ന് പറഞ്ഞത്. എന്നാൽ കർത്താവിന് മാത്രം അറിയാവുന്ന ഒരടയാളമുണ്ട്. എന്താണെന്ന് പറയാമോ? There is only one sign that is left to be fulfilled, that Christ will come for his church. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി വരുവാൻ യേശുക്രിസ്തുവിന് തടസ്സമായിരിക്കുന്ന ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ജാതികളുടെ എണ്ണം. എന്തോ? യെസ്, ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുക എന്നൊരു കാര്യം. പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. 11:25 റോമാലേഖനം, റോമൻസ് 11:25. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. സ്തോത്രം. നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കേണ്ടതിന് ഈ മർമ്മം നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മർമ്മം എന്താണ്? മർമ്മം ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് ഭാഗികമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇവിടെ ജാതികളുടെ പൂർണ്ണ സംഖ്യ, ലൂക്കോസിൽ ജാതികളുടെ കാലം എന്നൊരു കാലമുണ്ട്. അവിടേക്കും നമ്മൾ പോകുന്നില്ല. ഇതിനൊക്കെ ഒത്തിരി സമയം നമുക്ക് വേണം. ഒറ്റ വാചകത്തിൽ ഞാൻ രണ്ടും പറയാം. ജാതികളുടെ കാലം എന്ന് പറയുന്നത് യഹൂദനെ
അല്ലെങ്കിൽ യെരൂശലേമിനെ നെബൂഖദ്നേസർ അടിമപ്പെടുത്തിയ ഏതാണ്ട് BC 606 തുടങ്ങി. ഇനിയും എതിർക്രിസ്തുവിന്റെ കാലം തീരുന്നതുവരെ അല്ല, ദൈവത്തിന്റെ പുത്രനായ മശിഹ അല്ല, ദാവീദ് പുത്രനായ മശിഹ അല്ല, യഹൂദന്മാരുടെ രാജാവായ ക്രിസ്തു ലോക ഭരണം ഏൽക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ജാതികളുടെ കാലമെന്ന് വിളിക്കുന്നത്. The time of Gentiles spans from 606 BC, when Nebuchadnezzar or Babylonians had seized, captured Jerusalem and Jews. Otherwise, Jews lost their literal kingdom. Until Jesus Christ, the Son of David, the King of the Jews, takes over the world's government. So from Babylon to Christ's millennial kingdom is the time of Gentiles. ജാതികളുടെ കാലമെന്ന് പറയുന്നത് നെബൂഖദ്നേസർ അല്ലെങ്കിൽ ബാബിലോൺ യെരൂശലേമിനെ അടിമപ്പെടുത്തിയ BC 606 മുതൽ യേശുക്രിസ്തു തൻ്റെ സഹസ്രാബ്ദ സിംഹാസനം ഭൂമിയിൽ സ്ഥാപിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ്. സ്തോത്രം. ലോകം ഭരിക്കുവാൻ ദൈവം ആഗ്രഹിച്ച യഹൂദന് രാഷ്ട്രം തന്നെ ഇല്ലാതെയായി തീർന്ന 606. പിന്നീട് അവനൊരു സ്വന്തം രാഷ്ട്രമുണ്ടാകുന്നത് BC 606 ശേഷം. സ്വന്തമായ രാഷ്ട്രം ഇസ്രായേലിനുണ്ടാകുന്നത് നമുക്കറിയാം AD 1948 May 14. സ്തോത്രം. അതുകൊണ്ടും ജാതികളുടെ കാലം തീർന്നില്ല. ഇപ്പോഴും ലോകഭരണം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കയ്യിലല്ല. ലോകഭരണം വേറെ ഒരു ജാതിക്കും ഇനി ഏൽപ്പിക്കപ്പെടുകയില്ല. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലായ ക്രിസ്തു താൻ തന്നെ ലോകഭരണങ്ങളെ മുഴുവൻ ലോക സാമ്രാജ്യങ്ങളെയും അടിച്ച് പൊടിച്ച് ഇല്ലായ്മ ചെയ്ത് ഈ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കും. സ്തോത്രം. ഈ ലോകത്തെ ഭരിക്കുന്നതോ പോട്ടെ, ഇന്ത്യയെ വേണ്ട, കേരളത്തെ വേണ്ട, ഒരു പഞ്ചായത്ത് പോലും ഭരിക്കുന്നതോ ഒരു പെന്തക്കോസ്തുകാരനും കൊടുക്കാനൊന്നും തമ്പുരാന് പദ്ധതിയില്ല കേട്ടോ. അതൊന്നും ദൈവ പദ്ധതിയിൽ പെടുന്ന കാര്യമല്ല. ഇനിയും ഭരണത്തിന്റെ വിഷയത്തിൽ ഒരു പദ്ധതിയുള്ളത് ക്രിസ്തു തൻ്റെ സഹസ്രാബ്ദം സ്ഥാപിക്കും, നാമും അവനോടുകൂടെ രാജാക്കന്മാരായിരിക്കുമെന്നുള്ളതാണ്. സ്തോത്രം. ഇത് ജാതികളുടെ കാലം. അത് മാറ്റിവെക്കട്ടെ. ഇനിയും അതിൽ പറയാനുണ്ട്, വിശദീകരിക്കാനുണ്ടെങ്കിൽ നമുക്ക് സമയമില്ല. നമ്മൾ പക്ഷെ വായിച്ചത് റോമർ 11:25 ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? യഹൂദന് മാത്രമായിരുന്നു രക്ഷ. എന്നാൽ സകലവും സൃഷ്ടിച്ച ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ മറച്ചുവെച്ച, അനാദികാലം മുതൽ മറച്ചുവെച്ച ഒരു മർമ്മമുണ്ട്. എഫേസ്യർ 3:9-10 ഞാൻ ഈ പറഞ്ഞത്. സകലവും സൃഷ്ടിച്ച ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ മറച്ചുവെച്ച ഒരു മർമ്മം. അതിനെ എഫേസ്യർ 3:11 ദൈവത്തിൻ്റെ ഇറ്റേണൽ പർപ്പസ്, അനാദി നിർണയം എന്ന് വിളിക്കുന്നു. എന്തായിരുന്നു ആ അനാദി നിർണയം? അതൊരു മർമ്മമായിരുന്നു എന്ന് എഫേസ്യർ 3:5 പറയുന്നു. അതൊരു മർമ്മമായിരുന്നു. എന്നാൽ
3-ാം അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, എഫേസ്യ ലേഖനമാണ് ഇതെല്ലാം കേട്ടോ, എഫേസ്യർ 3-ന്റെ 1 തൊട്ട് 5 വരെ പൗലോസ് പറയുന്നു, ആ മർമ്മം ഇപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ അപ്പോസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. കൂടെ വരാൻ പ്രയാസമില്ലല്ലോ? വേഗം കൂടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ? സ്തോത്രം. കുഴപ്പമില്ല. ഓക്കെ. നമ്മുടെ വിഷയം വിശാലമായതുകൊണ്ടും അതിനാനുപാതികമായ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അല്പം വേഗത്തിൽ പോവുകയാണ്. എന്നാലും എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ ഒന്ന് കൈ കാണിച്ചേക്കണം, നിർത്തിയേക്കാം. സ്തോത്രം. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നത്, 1 എഫേസ്യർ 3-ന്റെ 9-10, സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ ഹൃദയത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മം. അതിനെ 11-ാം വാക്യത്തിൽ ദൈവത്തിന്റെ അനാദി നിർണയം എന്ന് വിളിക്കുന്നു. അതിൻ്റെ ആ മർമ്മം ദൈവം തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും, അവിടെ പറയുന്ന പ്രവാചകന്മാർ പഴയ നിയമ പ്രവാചകന്മാരല്ല, പുതിയ നിയമ പ്രവാചകന്മാർ, എഫേസ്യർ 4:11 പറയുന്ന പ്രവാചകന്മാർ, അവർക്ക് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തി എന്ന് പറയുന്നു. 3 കാര്യങ്ങൾ കുഴപ്പമില്ലല്ലോ? ഇത് സഭയെക്കുറിച്ചാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മർമ്മം എന്ന് പറയുന്നത് സഭയാണ്. ചർച്ച് ഈസ് ദിസ് പർട്ടിക്കുലർ മിസ്റ്ററി. ചർച്ച്. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് ചർച്ച് വാസ് എ മിസ്റ്ററി ആൻഡ് ഇറ്റ് ഈസ് എ റെവലേഷൻ. ദൈവത്തിൻ്റെ സഭ ഒരു മർമ്മം ആയിരുന്നു, ഇപ്പോൾ അത് ഒരു വെളിപ്പാടാണ്. എന്താ ഈ വെളിപ്പാടെന്ന് പറയുന്നത്? സഭയുടെ നിർവചനം ഒന്ന് പറയാമോ? 6-ാം വാക്യത്തിൽ കിടക്കുന്ന നിർവചനം, 3:6 ഉണ്ട് സഭയുടെ നിർവചനം. ഒന്ന് വായിച്ചാട്ടെ. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും. അതോ നിക്കണേ, അതോ ഒന്ന് നിർത്തി വായിച്ചാൽ ആ വായനയിൽ തന്നെ അങ്ങ് മനസ്സിലാകും. അതോ എന്ന് വെച്ചാൽ ആ മർമ്മം എന്നതോ. ഓക്കെ, 5-ാം വാക്യം വരെ പറഞ്ഞ ആ മർമ്മം എന്നതോ എന്താണ്? ജാതികൾ. സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. കണ്ടോ? എന്താ ദൈവത്തിന്റെ സഭ? ആ മർമ്മം എന്തായിരുന്നു? ഈ വെളിപ്പാട് എന്താണ്? 9-ാം വാക്യത്തിൽ പറയുന്ന ആ ദൈവവ്യവസ്ഥ എന്താണ്? അതോ ഇതെല്ലാം കൂടെ ചേർത്താണ് 6-ാം വാക്യത്തിൽ പറഞ്ഞത്. അതോ ജാതികൾ. ആരാ ജാതികൾ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ വംശപാരമ്പര്യത്തിന് പുറത്തുള്ള സകലരും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന അക്ഷരീക വംശത്തിന് പുറത്തുള്ള സകലരും. അതിനിപ്പം തൊലി അല്പം വെളുത്തിരുന്നാലും സൗന്ദര്യം അല്പം കൂടിയിരുന്നാലും ഒന്നും ഒരു വിഷയമില്ല. എല്ലാവരും ഏത് വകുപ്പിൽപ്പെടും? ജാതികൾ. അതാണ് അതോ ജാതികൾ. 3 കാര്യങ്ങൾ. ജാതികൾക്ക് 3 കാര്യങ്ങൾ ലഭിക്കണം. എന്തൊക്കെയാ? ജാതികൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും 2 ഏക ശരീരസ്ഥരും 3 വാഗ്ദത്തത്തിൻ പങ്കാളികളുമാകണം. ഏക ശരീരസ്ഥരും, പിന്നെ കൂട്ടവകാശികളും. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളും പങ്കാളികളുമാകണം. സ്തോത്രം. യഹൂദൻ ഓൾറെഡി ഇത് 3 ഉണ്ട്.
വാഗ്ദത്വം ഉണ്ട്. പക്ഷെ നമുക്ക് വാഗ്ദത്വം ഉണ്ടായിരുന്നോ? ഇല്ല. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു എന്ന് എഫേസ്യർ 2:12 പറയുന്നു. പക്ഷേ സുവിശേഷത്താൽ യേശു ക്രിസ്തുവിൽ ജാതികളായ നമുക്കും ഇത് മൂന്നും യഹൂദനോട് കൂടെ ദൈവത്തിൽ ലഭിക്കുകയാണ്. ദൈവസഭ എന്ന് പറയുന്നത് എന്താ? സുവിശേഷത്താൽ യേശു ക്രിസ്തുവിൽ നമുക്ക് യഹൂദനോട് ഒപ്പം, സ്തോത്രം, ഈ 3 കാര്യങ്ങൾ ലഭിക്കുന്നു. എന്തൊക്കെ? This mystery is that through the gospel, the Gentiles are heirs together with Israel, members together of one body, and sharers together in the promise in Christ Jesus. Praise God. Which we did not have the right to have these 3 blessings. ഈ 3 അനുഗ്രഹങ്ങൾക്ക് നാം അവകാശികളായിരുന്നില്ല നേരത്തെ. എന്നാൽ ഇപ്പോൾ ഇതിനു 3നും നാം അവകാശികളായി തീരുന്നു, ജാതികൾ. എങ്ങനെ? സുവിശേഷത്താൽ. എവിടെ? ആരിൽ? ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവിൽ. ഇതെന്നു തുടങ്ങി? ഇതിന്റെ ഇനാഗുറേഷൻ എന്നായിരുന്നു? ഇതിന്റെ ഈ ഉദ്ഘാടനം എന്നായിരുന്നു? പെന്തക്കോസ്ത് നാളിൽ അക്ഷരീയമായി തുടങ്ങിയതോ? ഇപ്പൊ നമ്മൾ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ. അതുവരെ ഒരു പക്ഷേ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായത്തിൽ കാണുന്ന എത്യോപ്യയിൽ നിന്നും വന്ന ആ ഷണ്ണനും ഒരു പക്ഷേ ജാതീയനായിരുന്നിരിക്കാം. നമുക്ക് ഉറപ്പില്ല യഹൂദനായിരുന്നുവോ അല്ലയോ എന്ന്. ഇനി അയാൾ ജാതീയനായിരുന്നെങ്കിൽ ഉദ്ഘാടനം 7-ാം അധ്യായത്തിൽ നടന്നു. ഇല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിൽ. സ്തോത്രം. യഹൂദനായിരുന്നെങ്കിൽ ഒരുപക്ഷെ യെശയ്യാ പ്രവചനമൊക്കെ വായിച്ചപ്പോൾ കുറേയൊക്കെ പിടി കിട്ടിയനായിരുന്നു. ഈ പുള്ളിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. ഇതാരെക്കുറിച്ചാ? പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണെന്ന് പറയുന്നതൊക്കെ ആ ചോദ്യം കേട്ടപ്പോൾ യഹൂദനാകാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഉള്ളവർക്കും വരാമായിരുന്നു. കാരണം ജാതികളുടെ പ്രാകാരം ഉണ്ടായിരുന്നു അവിടെ, അവർക്ക് വരാമായിരുന്നു ജാതികൾക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ഷണ്ണൻ അല്ലെങ്കിൽ കൊർന്നല്യോസ് തൻ്റെ കൂട്ടരും അവരെ കൊണ്ടാണ്, സ്തോത്രം, ഈ എഫേസ്യർ 3:6 വാക്യത്തിൽ പറയുന്ന തരത്തിലെ സഭയുടെ പൊതു അർത്ഥത്തിൽ ജാതികൾക്ക് വേണ്ടി സുവിശേഷത്തിന്റെ താക്കോലുകൊണ്ട് അപ്പോസ്തോലൻ ഈ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അന്നു തുടങ്ങി ജാതികൾ സുവിശേഷത്താൽ ഇസ്രായേലിനോടൊപ്പം, ഗലാത്യർ 3:14 വെച്ചു പറഞ്ഞാൽ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഗലാത്യർ 3:14 വായിക്കുന്നത് പോലെ അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ അവകാശികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഈ ഷണ്ണൻ, എത്യോപ്യക്കാരുത്തി രാജ്ഞിയുടെ ധനമന്ത്രിയായിരുന്ന ഷണ്ണൻ, അല്ലെങ്കിൽ കൊർന്നല്യോസ്. ഇവർ തുടങ്ങി സുവിശേഷത്താൽ അകത്തേക്ക് കയറാൻ തുടങ്ങി. ഇന്നും നടന്നുകൊണ്ടിരിക്കുക. നമ്മളുമൊക്കെ ഇതിനകത്ത് വന്നു. എന്നാൽ സർവജ്ഞാനിയായ ഒംനിഷ്യൻ്റായ ദൈവത്തിനറിയാം എത്ര പേർ ജാതികളിൽ നിന്ന് ഇതിലേക്ക് വരുമെന്ന്. സ്തോത്രം. അതിൽ എത്ര പേർ വന്നെന്നും ഇനി ബാക്കി എത്രയുണ്ടെന്നും നമുക്കാർക്കും അറിയില്ല. കുമ്പനാട്ടും അറിയത്തില്ല, മുളക്കഴയിലും അറിയത്തില്ല, അങ്ങ് ക്ലീവ്ലാൻഡ് ടെന്നസിയിലും അറിയത്തില്ല, ചിങ്ങവനത്തും അറിയില്ല, പുനലൂരും ഇല്ല, ഇവരെങ്ങും അറിയില്ല. ആകെക്കൂടി ഇത് അറിയാവുന്നത് ത്രിയേക ദൈവം മാത്രമേ ഉള്ളൂ.
സ്തോത്രം. ഇനിയും ആർക്കറിയാം? ചിന്തിച്ചു നോക്കിക്കേ, 5 പേര് മാത്രമേ ഈ ജാതികളിൽ നിന്നും ഇതിനകത്തേക്ക് കയറാൻ ഇനി ബാക്കിയുള്ളൂ എന്നിരിക്കട്ടെ. നമുക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഇന്ന് ആശീർവാദം പറയുന്നതിന് മുമ്പ് ലോകത്ത് എവിടെയെങ്കിലും സുവിശേഷത്താൽ ഈ 5 പേര് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് അകത്ത് കടന്നാൽ പിന്നെ പെട്ടകത്തിന്റെ വാതിലടയ്ക്കാൻ കാത്തിരിക്കില്ല. അത് മതി കർത്താവ് മേഘങ്ങളിലേക്ക് ഇറങ്ങി വരാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരൊറ്റ അടയാളമേ കർത്താവ് സഭയ്ക്ക് വേണ്ടി വരാനായിട്ടുള്ളൂ. പക്ഷെ ഈ അടയാളം നമുക്ക് ആർക്കോട്ടെ കാണാനോ അറിയാനോ ഒക്കാത്തതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒന്നാമത്തെ മുഖത്തിന് അടയാളങ്ങളില്ല. ഉള്ള അടയാളങ്ങളെല്ലാം കർത്താവിൻ്റെ പരസ്യമായ ഈ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയ്ക്കുള്ളതാ. അതുകൊണ്ട് ആ അടയാളം പരതിയിരുന്ന് കർത്താവ് വന്നു പോകാൻ ആരും കാത്തിരിക്കരുത്. സ്തോത്രം. അടയാളങ്ങൾ മറ്റൊന്നുമില്ല. കർത്താവിൻ്റെ ഏക അടയാളം ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുക. അത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലാകാം. അങ്ങനെയെങ്കിൽ ഇനിയും കർത്താവ് താമസിക്കത്തില്ല. അവൻ വരും, കാഹളങ്ങൾ മുഴങ്ങും, നമ്മുടെ കർത്താവിൻ്റെ ഗംഭീരനാദം ആർത്തലയ്ക്കും. ആ ശബ്ദത്തിന് മുമ്പിൽ മരിച്ചവർ അക്ഷയരായിട്ടുയർക്കും. നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ആ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. ആ വരവനായിട്ടൊരുങ്ങാം. ഞങ്ങളെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ വേഗം വരുവാനിരിക്കുന്ന ഏക ലോകരക്ഷിതാവായ യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ പാപങ്ങൾ ഉപേക്ഷിക്കൂ, കർത്താവിനായി സമർപ്പിക്കൂ. അവൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കും.